കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാവിലെ തന്നെ രാധികാമ്മ നേരെ രഞ്ജുവിന്റെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. രഞ്ജുവിന്റെ മുറിയിൽ ചെന്നപ്പോ രഞ്ജു ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാധികാമ്മനെ കണ്ടപ്പോഴത്തേനും രഞ്ജു പെട്ടെന്ന് എഴുന്നേറ്റു. പിന്നീട് രഞ്ജുവിനോട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ഇവിടുത്തെ ഉറക്കം എന്ന് ചോദിക്കുക. ഇത് കേട്ടൻ രഞ്ജു തിരിച്ചു ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു രാധികാമ്മയുടെ ഉറക്കം? രാധികാമ്മ പ്രേതമുറിയിലാ കിടന്നല്ലേ? ഗോവിന്ദന്റെ അച്ഛനോടൊപ്പം അല്ലേ? അതല്ലേ ശരിയെന്ന് ചോദിക്കുക. ഇത് കേട്ടതും രാധിക പറഞ്ഞു, കൂടുതൽ നീ അങ്ങോട്ട് കിടന്ന് വിളച്ചിലെടുക്കില്ലേ, നീ ആ വിജയലക്ഷ്മിയുടെ മോളാന്നുള്ള കാര്യം എനിക്കറിയാന്ന് പറയാ. പെട്ടെന്ന് രഞ്ജു പറഞ്ഞു, അതെ അറിയാലോ, അത് നല്ല കാര്യമാന്ന് പറയാം. നീ കൂടുതൽ അങ്ങോട്ട് കിടന്ന് അഹങ്കരിക്കണ്ടേ, നിനക്കിട്ടുള്ള പണി തരാൻ എനിക്കറിയാം. ഈ അറക്കൽ കുടുംബത്തിൽ നിന്ന് എങ്ങനെ പുറത്താക്കണം നിന്നേന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ടല്ല ഇപ്പം ഞാൻ വന്നേ. ഞാൻ ഇപ്പം വന്ന മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാന്ന് പറയാം. പെട്ടെന്ന് രഞ്ജു ചോദിച്ചു, എന്ത് കാര്യത്തിന്? അല്ല, വിജയലക്ഷ്മിയുടെ മോളാണ് നീ എന്നുള്ള സത്യം ഗീതുവിനറിയാം. പക്ഷേങ്കില് ഗോവിന്ദും വിജയലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം അത് അവൾക്കറിയാവുന്ന ചോദിക്കുക ഗീതുവിന്. അത് അവര് തമ്മിലുള്ള ബന്ധം അതെന്താണെന്ന് അറിയാവോ? അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടണമെന്ന് പറയാം. ഈ സമയം എന്തും മറുപടി പറയണമെന്നറിയില്ലാതെ രഞ്ജു നിൽക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ ഗീതുവിന്റെ വരവ്. ഗീതു രഞ്ജുവിന്റെ മുറിയിലേക്ക് അങ്ങോട്ട് വരുമായിരുന്നു. അപ്പോഴാണ് ഈ സംസാരം കേൾക്കുന്നത്. ഇനിയിപ്പോ രഞ്ജു എന്തായിരിക്കും മറുപടി പറയാൻ പോകുന്നത്? അതിനു മുമ്പ് താൻ കയറി ഇടപെട്ടേ മതിയാവുള്ളൂ. ഗീതു നേരെ അകത്തേക്ക് ചെല്ലുവാണ്. രാധികാമ്മയ്ക്ക് ഇപ്പൊ എന്താ അറിയണ്ടേ? അതെ, വിജയലക്ഷ്മി അമ്മ അതോ ഗോവിന്ദേട്ടൻ നമ്മളുടെ ബന്ധത്തെക്കുറിച്ചല്ലേ? ഞാനിത് പലവട്ടം രഞ്ജുവിനോട് ചോദിച്ചാ, പക്ഷെ രഞ്ജു എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ ഇനി പറഞ്ഞു തരേണ്ട ആൾ അമ്മയാണ്. എനിക്ക് അറിയേണ്ട കാര്യം. കുറെ കാലമായി ഞാൻ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തുന്നത്. എനിക്ക് ഇതുവരെയായിട്ടും അതിന്റെ വിവരം കിട്ടിയിട്ടില്ല. രഞ്ജുവിനോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്നറിയാം. രഞ്ജുവിന് അറിയാവുന്ന ചോദിക്കാം. അതെ, എനിക്കൊന്നും അറിയത്തില്ല, നീ തന്നെ ഗോവിന്ദനോട് പോയി ചോദിക്കേ എന്ന് പറയാം. കണ്ടില്ലേ, രഞ്ജുവിന്റെ മറുപടി ഇങ്ങനെയാ. ഇനിയിപ്പൊ രാധികാമ്മ പറ, അവർ തമ്മിൽ എന്ത് ബന്ധമുള്ളതെന്ന് ചോദിക്കാം. പെട്ടെന്ന് രാധികാമ്മയ്ക്ക് മനസ്സിലായി ഇവൾക്കൊന്നും അറിയത്തില്ല. അറിയാതിരിക്കട്ടെ, അതായിരിക്കും ബുദ്ധി. കാരണം ഗീതു അഭിനയിച്ചാന്നുള്ള കാര്യം രാധികാമ്മയ്ക്ക് മനസ്സിലായില്ല. മകനാന്നുള്ള സത്യം അറിയാന്നൊക്കെ ഗീതുവിനറിയാം. അപ്പൊ ആ ഒരു അറിയാവോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമ്പർ ഇട്ട് നോക്കിയതാ. പക്ഷെ ഗീതു ആരാ മോള്? ഗീതു ബുദ്ധിപൂർവ്വം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയോ ചെയ്തേ. പിന്നീട് രാധികാമ്മ അവിടെ നിൽക്കുന്ന കണ്ടപ്പം ഗീതു, രാധികാമ്മ ഇങ്ങോട്ട് വന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കാണെന്ന് പറയും. അതെ, എനിക്കിപ്പോൾ വരാൻ പറ്റില്ലെന്ന് പറയും. വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് നല്ലൊരു വീഡിയോ ഒന്ന് കാണിക്കാനുണ്ട് ഗോവിന്ദേട്ടൻ എന്ന് പറയണം. പെട്ടെന്ന് രാധികാമ്മ ആ പുറകെ അങ്ങോട്ട് പോവാ. അങ്ങനെ ഗീത് രാധികാമ്മനെ വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ഒരു സൈഡിലേക്ക് മാറി നിൽക്കുക. ഈ സമയം വരുൺ ഇത് കണ്ടു. ഗീത് രാധികാമ്മേനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. പെട്ടെന്ന് വരുൺ അങ്ങോട്ട് ചെല്ലുവാണ്. നീ എന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തി ഓരോ കാര്യങ്ങൾ ചെയ്യിച്ചോണ്ടിരിക്കുവല്ലേന്ന് ചോദിക്കുക. രാധികാമ്മ പറഞ്ഞു, ഇവളാ വീഡിയോസ് വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതേ കാലം നിനക്ക് എന്നെ അങ്ങനെ ഭീഷണിപ്പെടുത്താൻ പറ്റില്ലടി. ഇത് കേട്ടപ്പം ഗീത പറഞ്ഞു, പിന്നെ ഇല്ലെന്ന് ആര് പറഞ്ഞു? ആ വീഡിയോസ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്താ കുഴപ്പം? അതുകൊണ്ട് ഞാൻ നിങ്ങളിങ്ങനെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്ന അനുസരിക്കാതിരിക്കാനേ നിനക്ക് സാധിക്കില്ലെന്ന് പറയാം. ഈ സമയം വരുൺ പറഞ്ഞു, നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൈ നിർത്തി അങ്ങോട്ട് ചെല്ലുക. പെട്ടെന്ന് ഗീത പറഞ്ഞു, അയ്യോ ഇത്ര ദേഷ്യമൊന്നും പാടില്ല. കാരണം വരുണേട്ടന്റെ വീഡിയോ ഉണ്ട് അതിനകത്ത്, ഞാനിത് കാണിക്കട്ടെ എന്ന് ചോദിക്കും. ഒരു നിമിഷം വരുണൊന്നും ഞെട്ടി. വരും പറഞ്ഞു, വേണ്ട വേണ്ട എന്ന് പറയണം. ഈ സമയം രാധികാമ്മ പറഞ്ഞു, എനിക്ക് കാണണമെന്ന് പറയാം. രാധികാമ്മയ്ക്ക് കാണണോ വീഡിയോ? പെട്ടെന്ന് ഗീതു ഒരു നമ്പർ ഇട്ടു. ഗീതു പറഞ്ഞു, രാധികാമ്മനെ ഞാൻ കാണിക്കട്ടെ വരുണേട്ടാന്ന് ചോദിക്കുക. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയാം. ഇത് കണ്ടില്ലേ, മോൻ പറയുന്നത് വേണ്ടാന്ന്, അമ്മ പറയുന്നത് വേണമെന്ന്. അപ്പൊ അതിനർത്ഥം എന്താ? കാരണം വരുണേട്ടൻ അത്ര വലിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ വരുണേട്ടൻ ഇപ്പൊ വിളിക്കേണ്ട ഹംസനെന്നോ അങ്ങനെ മറ്റോ എന്തേലുമൊക്കെ രാവണെന്നോ എന്തേലുമൊക്കെ പേര് വിളിക്കാം, ശരിയല്ലേന്ന് ചോദിക്കുക. ഞാനിപ്പോ എന്ത് പേര് വിളിച്ചാലും വരുണേട്ടൻ കേൾക്കും, അല്ലേ രാവണാന്ന് ചോദിക്കുക. ശരിയാ ഗീതെന്ന് പറയാ. കാരണം വരുണറിയാം താൻ ഗോവിന്ദേട്ടനെ കൊല്ലാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആ വീഡിയോസിനകത്തുണ്ടെന്ന്. അതെങ്കിലും അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ തന്നെ ആയിരിക്കും ആദ്യം ഇല്ലാതാക്കാൻ പോകുന്നത്. അതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് വരുൺ ആ വീഡിയോസ് കാണിക്കേണ്ടെന്ന് പറഞ്ഞു. ഗീത പറഞ്ഞു, പിന്നെ ആ വീഡിയോസ് ഞാൻ കാണിക്കാതിരിക്കണമെങ്കിൽ രാധികാമ്മ എനിക്കൊരു ഉപകാരം ചെയ്തതാണെന്ന് പറയാം. എന്ത് ചെയ്യാനാ? ഇത് കൂടുതൽ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ നീ കുറെ കാലമായിട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കല്ലേ, ഓരോ കാര്യങ്ങൾ പറഞ്ഞ്, ആ വീഡിയോസിന്റെ കാര്യങ്ങൾ പറഞ്ഞ്. അതേക്കാളും നിനക്ക് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റില്ലടി. അതെ, അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറയണ്ട. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം വ്യക്തമായിട്ട് ഇങ്ങോട്ട് കേട്ടാൽ മതി. രാധികാമ്മ ഇപ്പൊ രഞ്ജുവിന്റെ മുറിയിലേക്ക് ചെന്ന എന്തിനാന്നുള്ള കാര്യം എനിക്കറിയാം. അതിനുള്ള ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ട്. രഞ്ജുവിന്റെ അസുഖ വിവരത്തെക്കുറിച്ചൊക്കെ അവളോട് പറഞ്ഞിട്ട് അവളെ തകർക്കാൻ പോയ പോക്കല്ലേ അത്. കൃത്യസമയത്ത് ഞാൻ എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം കാഞ്ചനക്കാരെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അവളുടെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞ്
അവളെ ഭയപ്പെടുത്തി അവൾ മരണത്തിന് കീഴടങ്ങണം അതിനു വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. അതുകൊണ്ട് രാധികാമ്മ ഒരു കാര്യം ചെയ്യണം. ഒരു കാരണവശാലും രഞ്ജു വിവരം അറിയാൻ പാടില്ല. രാധികാമ്മ ഏർപ്പെടുത്തിയ ആൾക്കാരോ രഞ്ജുവിനോട് ഇത് പറയാൻ പാടില്ല. വരുണിനെയും കൂടെ നോക്കിക്കൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. അങ്ങനെ എങ്ങാനും രഞ്ജു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. വീഡിയോസ് ഞാൻ ഗോവിന്ദനെ കാണിക്കില്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് ഇടും, വൈറലാകും. പിന്നീട് രാധികാമ്മയെ പറഞ്ഞിട്ട് ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങളും നിൽക്കത്തില്ല. അറിയാലോ, നിനക്ക് ഈ അറക്കൽ കുടുംബത്തിൽ നിന്നല്ല ഈ നാട്ടിൽ പോലും നിൽക്കാത്ത അവസ്ഥ വരും. ഇനി ഇത് കൂടെ എനിക്കൊന്നും പറയാനില്ല. അപ്പം ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ്. ഈ സമയം വരുണിനോട് രാധികാമ്മ വെച്ച്, എടാ സത്യം പറയടാ, എന്ത് വീഡിയോ അവളുടെ കയ്യിലുള്ള നിന്നെക്കുറിച്ചുള്ള എന്താ കാര്യം? നീ എന്തോ അതിനകത്ത് കാര്യമായിട്ട് എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മേ. അത് ആ സമയത്ത് എന്തൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കോ. അവളുടെ കയ്യിലെ വീഡിയോസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് എനിക്ക് ഇത് കൂടുതലൊന്നും പറയാനില്ല. ഇനി ഞാൻ എന്തേലും പറഞ്ഞിട്ട് വേണം അമ്മ എന്നെ ചീത്ത പറയാനായിട്ട് എന്നും പറഞ്ഞിട്ട് കൃത്രിമമായിട്ടുള്ള ഒരു ദേഷ്യം അഭിനയിച്ച വരുൺ അങ്ങോട്ട് കടന്നു പോവാ. രാധികാമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. പിന്നീട് ഗീത നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങി വന്നപ്പം ഗോവിന്ദ് ചോദിച്ചു, നീ എന്താ സ്കൂട്ടിയും കൊണ്ടാണോ പോകുന്നത്? അത് സ്കൂട്ടിയും കൊണ്ടാ. അതെ, അജാസിനെ വിളിച്ച് വണ്ടിയും കൊണ്ട് വരാൻ പറ. വേണ്ട, അജാസിക്ക അർജന്റായിട്ട് പോയേക്കുമല്ലേ, അജാസിക്ക പോയിട്ട് വരട്ടെ, എനിക്ക് സ്കൂട്ടി മതി എന്ന് പറയാം. അതൊന്നും ശരിയാവത്തില്ല, നീ സ്കൂട്ടിയെ പോയാൽ ശരിയാവത്തില്ലെന്ന് പറയാം. അതെന്താ ഗോവിന്ദേട്ടാ, ഞാൻ സ്കൂട്ടിയെ പോയാൽ ശരിയാവില്ലാത്ത? വേണ്ട, ദേ അപകടം ഉണ്ടാവും. ഒരപകടം ഉണ്ടാവില്ല, സ്കൂട്ടിയിൽ എത്രയോ ആൾക്കാർ പോകുന്നു, പിന്നെ ഒരു അപകടം ഉണ്ടാകുന്നില്ലോ. പിന്നെ എനിക്കെന്താ കുഴപ്പമെന്ന് ചോദിക്കുക. ഞാൻ പറയുന്ന കേക്ക്, ആ ചേതൻ ഗ്രൂപ്പ് എങ്ങാനും. ചേതൻ ഗ്രൂപ്പിനെയൊക്കെ അജാസൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചേതൻ ഗ്രൂപ്പിന്റെ ഒരു ശല്യം ഉണ്ടാകത്തില്ല. ആ കാര്യത്തിലെ ഗോവിന്ദേട്ടൻ പേടിക്കണ്ട കേട്ടോ. അതെ, ഇനിയിപ്പോൾ എൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ട, എനിക്കൊരു അപകടമൊന്നും പറ്റാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഗീതു പെട്ടെന്ന് വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് വണ്ടി ഒന്ന് ജമ്പ് ചെയ്തു. ഈ സമയം ഗോവിന്ദ് ഓടുന്നു. ഇതെന്താ ഗീതു, ഇതാ പറഞ്ഞ വേണ്ടാന്ന് ഇറങ്ങാനും പറഞ്ഞിട്ട് ഇറക്കാൻ തുടങ്ങുക. ഈ സമയം ഗീതു പറഞ്ഞു, വേണ്ട, അതെ ഞാൻ പോയിട്ട് വരാം, എൻ്റെ കണ്ണേട്ടാന്ന് പറഞ്ഞ കവിളിൽ രണ്ട് നുള്ള കൊടുത്തു. അതെ, മനസമാധാനത്തോടെ ഇടിയിരിക്കുക. അത് ചെന്ന ഉടനെ വിളിക്കണം, പിന്നെ ചെന്ന ഉടനെ വിളിക്കണം പോലും, വിളിച്ചില്ലെങ്കിൽ എന്താ, അങ്ങനെയാണ് നീ പോകണ്ടെന്ന് പറയും. അവസാനം പറഞ്ഞ് സമാധാനമായിട്ടിരിക്കുക, ഞാൻ പോയിട്ട് വരാം, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയണം. ഈ സമയം ഇതെല്ലാം കൊണ്ട് രാധികാമ്മ ബാൽക്കണിന്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. രാധികാമ്മയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. ഗീതവും ഗോവിന്ദും തമ്മിലുള്ള ആ സംസാരവും ചിരിയൊക്കെ ദേഷ്യപ്പെട്ട് നിൽക്കുക. പിന്നീട് ഗീതു എന്നാ ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ടാറ്റയെ കൊടുത്തിട്ടാ പോകുന്നത്. ഗോവിന്ദൻ തിരിച്ചും ടാറ്റയെ കൊടുക്കുന്നുണ്ട്. രാധികാമ്മയുടെ നെഞ്ച് തകർന്ന് തരിപ്പണായി പോയി. അങ്ങനെ രാധികാമ്മ അകത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോഴാണ് ഫോൺ അടിക്കുന്നത്. നോക്കിക്കഴിഞ്ഞ് പരിചയമില്ലാത്ത നമ്പരാ. എടുത്ത് ഹലോ പറഞ്ഞു. ഹലോ പറഞ്ഞിപ്പം ഞാൻ അനാർക്കലിയാന്ന് പറയണം. അനാർക്കലി എന്നുള്ള ഒരു പേര് കേട്ടതും ഒരു നിമിഷം രാധികാമ്മ ഞെട്ടി. അടുത്ത ദിവസം എൻ്റെ ജയിൽ കാലാവധി കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുക. ഇത് രാധികാമ്മയ്ക്ക് എന്ത് ചെയ്യണം, എന്ത് മറുപടി പറയണമെന്നറിയില്ല. രാധികാമ്മ ഇങ്ങനെ അനങ്ങാൻ നിൽക്കുകയാണ്. പിന്നീട് പറഞ്ഞു, അറിയാലോ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നുള്ള, നീ എൻ്റെ ജീവൻ നശിപ്പിച്ചേ, എൻ്റെ ജീവൻ നശിപ്പിച്ചാൽ ഒരാളെ നീയാണ് എന്ന് പറയാം. ഇത് കേട്ട രാധികാമ്മ എന്ത് മറുപടി പറയും? അല്ല നീ എന്തിനാ എന്നെ ഇപ്പൊ വിളിച്ചെന്താ നിനക്ക് മനസ്സിലായില്ലല്ലേ? അതെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയാം. എന്നെ എന്തിനാ നീ കാണുന്നത്? നീയൊക്കെ കൂടിയല്ലേ എന്റെ ജീവൻ തകർത്തേ, അപ്പൊ നിന്നെ എനിക്ക് കാണണ്ടേ? അതെ, എന്റെ അടുത്ത് എന്നെ കാണാൻ ജയിലിലേക്ക് നീ പറഞ്ഞെന്ന് പറയാം. ഇത് കേട്ടൻ രാധികാമ്മ പറഞ്ഞു, ഞാൻ വരത്തൊന്നുമില്ലെന്ന് പറയാം. നീ വരത്തില്ലല്ലേ? ഇന്ന് 9 മണി വരെ നിനക്ക് ആ സമയം തരും. നീ വന്നില്ലെങ്കിൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാലോ. ഞാനൊരു വരവങ്ങോട്ട് വരും, പക്ഷെ അതിങ്ങനെ ആയിരിക്കില്ല അറിയാലോ. ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പക വെച്ച് ഇങ്ങനെ ഓരോ ദിവസം എരിച്ചോണ്ടിരിക്കുക അറിയാലോ. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട, പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മാത്രം മതി. പറഞ്ഞ് ഫോൺ അങ്ങോട്ട് കട്ടാക്കുക. രാധികാമ്മ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് അപകടം വന്ന് രാധികാമ്മയ്ക്ക് മനസ്സിലായി. പിന്നീട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ നല്ല ഫിറ്റായിട്ട് ഭദ്രൻ അങ്ങോട്ട് വരുവാണ്. ഭദ്രൻ വന്നിട്ട് വിനോദിനെ കണ്ടാൻ പറഞ്ഞു, വിനോദേ ഇവിടെ എവിടെയെങ്കിലും എനിക്ക് റൂം ശരിയാക്കി തടാന്ന് പറയും. റൂം എന്തിനാ? എടാ എനിക്കൊന്ന് കിടന്ന് വിശ്രമിക്കണം. അച്ഛന് നാണമില്ലേ അമ്മ ഇത്ര സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് മൂക്കറ്റം കുടിച്ചു വന്നിരിക്കാനായിട്ട്? പിന്നെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അച്ഛ എന്നാലും കുറച്ചൊക്കെ സ്നേഹം അമ്മയോട് കാണിക്കാട്ടോ എന്ന് പറയാം. പിന്നെ സ്നേഹം കാണിച്ചു. എടാ ഈ അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ പറയും രക്ഷപ്പെടും എന്നൊക്കെ പറയും, അതൊക്കെ വെറുതെയാ. അച്ഛൻ ഇങ്ങനത്തെ വർത്താനം ഒന്നും പറയരുതെന്ന് പറയാം. അച്ഛന് നാണമില്ല നാട്ടുകാരുടെ ഒക്കെ അമ്മയുടെ പേര് പറഞ്ഞ് പൈസ മേടിച്ചിട്ട് വാങ്ങി കുടിക്കാനായിട്ട്. അതേടാ ഞാൻ ഇനിയും വാങ്ങി കുടിക്കും. ഇങ്ങനെ ഒരു അസുഖം വന്നോണ്ടല്ലേ ഈ ഹോസ്പിറ്റലുകാർ പോലും ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ആഘോഷമായിട്ടാ സർജറി നടത്തുന്ന കാര്യങ്ങളും എത്ര രൂപയാണ് ചെലവാക്കണേ. പിന്നെ ഇതിന്റെ പേരിൽ എനിക്ക് ആഘോഷിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കാം.
പെട്ടെന്ന് വിനോദ് പറഞ്ഞു, അച്ഛാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ഛനല്ല അതിന് പൈസ മുടക്കുന്നേ, പൈസ മുടക്കുന്ന മുഴുവൻ ഗോവിന്ദനല്ലേ, പിന്നെ അച്ഛൻ എന്തിനാ എത്രമാത്രം വേദനിക്കണേന്ന് ചോദിക്കാം. അതെ, അവനോട് പറയണം അധികം പൈസയൊന്നും മുടക്കണ്ടാന്ന്. കാരണം ദേ എൻ്റെ മോന് കിട്ടേണ്ട, എൻ്റെ മോനും മോക്കും കിട്ടേണ്ട വീതത്തിൽ നിന്ന് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അവൾ എന്താണെങ്കിലും മരിച്ചു പോകത്തുള്ളൂ. പിന്നെ അവൾ മരിച്ചു പോയി കഴിഞ്ഞാൽ വെന്റിലേറ്ററിൽ വെക്കാനുള്ള കാര്യങ്ങൾ ഈ ഹോസ്പിറ്റലുകാർ നോക്കും. അവർക്ക് എങ്ങനെയാ പൈസ പിടുങ്ങാൻ വേണ്ടി അവർ പരിപാടികളും ചെയ്യും. ഇതേ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കണം, വെന്റിലേറ്റർ ഒന്നും വെക്കേണ്ട കാര്യമില്ല എന്നൊക്കെ. വിനോദിന് ദേഷ്യം വന്നിട്ട് ഒരു രക്ഷയില്ല. അച്ഛനായിപ്പോയി, അല്ലെ അയാളുടെ കാരണം അടിച്ച് പൊട്ടിച്ചാണ് വിനോദ്. ആ ഒരു ദേഷ്യത്തില വിനോദ് നിൽക്കുന്നത്. പിന്നീട് ഭദ്രൻ പറഞ്ഞു, അതുകൊണ്ടേ എനിക്കധികം പ്രതീക്ഷയൊന്നുമില്ല. ഈ സിനിമയ്ക്കകത്ത് സീരിയലിനകത്ത് കാണുമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ച് അവർ ജീവിതത്തിലേക്ക് തിരികെ വരുന്നേ. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ഇവള് വെറും ഒരു സഹനടിയല്ലേ, അതുകൊണ്ട് ഇവളുടെ ജീവനിൽ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് പറയാം. വിനോദിന് മനസ്സിലായി അച്ഛൻ എത്ര കൂളായിട്ടാണ് എടുത്തിരിക്കുന്നത്. അമ്മയുടെ ഇത്രയും വലിയ അസുഖ, അമ്മ മരണത്തോട് മല്ലിടിച്ചുകൊണ്ടിരിക്കുകയെന്ന് അറിഞ്ഞിട്ട് പോലും അച്ഛനെ ഇത്ര ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. ഈ സമയത്ത് അയാളുടെ ഫോണിലേക്ക് ഭദ്രന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. ഭദ്രൻ ആ കോള് കട്ട് ചെയ്തു. പരിചയമില്ലാത്ത നമ്പരാ. ഏതൊരു ആൾക്കാർ പൈസ കൊടുക്കാൻ പറഞ്ഞ് വിളിക്കുന്നതായിരിക്കും. പിന്നീടും കോള് വന്നപ്പോൾ വിനോദ് പറഞ്ഞു, അച്ഛനടുത്ത് സംസാരിക്കുക, ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോൾ പൈസ തരാൻ വല്ലവരും ആണെങ്കിലും. ഓ ശരിയാ എന്ന് പറഞ്ഞ് ഭദ്രൻ ആ ഫോണും കൂടെ അങ്ങോട്ട് മാറുവാണ്. ഫോണും കൂടെ അങ്ങോട്ട് പറയും, ഹലോ പറയാണ്. ആരാന്ന് ചോദിക്കുക. ആരാന്ന് ചോദിക്കുമ്പോൾ നിന്റെ മരണം എന്ന് പറയാ. ഇത് കേട്ടാൻ ഭദ്രൻ ചോദിച്ചു, ഒരു നിമിഷം ഭദ്രന്റെ പോസൊക്കെ അങ്ങോട്ട് പോയി. ആരും മരണോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനടാ അനാർക്കലി എന്ന് പറയാ. അനാർക്കലി എന്നുള്ള പേര് കേട്ടതും ഭദ്രൻ ഞെട്ടി. ഭദ്രനോട് അനാർക്കലി പറഞ്ഞു, അതെ ഞാൻ അടുത്ത ദിവസം ജയിലിൽ നിന്ന് ഇറങ്ങും. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പം ജയിലിലേക്ക് കയറാൻ പോകുന്ന ആള് നീയായിരിക്കും. അതിനു മുമ്പ് എനിക്ക് നിന്നെ കാണണം ഭദ്ര എന്ന് പറയാണ്. അല്ല എന്നെ എന്തിനാ കാണുന്നേ? എനിക്ക് നിന്നെ കാണണം, അല്ലെങ്കിൽ അറിയാലോ എന്റെ ജീവിതം നശിപ്പിച്ച ഒരാൾ നീയാണ്. അപ്പൊ നിന്നെ എനിക്ക് കാണാതിരിക്കാൻ പറ്റുമോ? ഞാനില്ല, അത് ആ അറയ്ക്കൽ കുടുംബവും രാധികാമ്മയല്ലേ ജീവിതം നശിപ്പിച്ചെന്ന് ചോദിക്കാം. അതെ, നീയും രാധികാമ്മയും അറയ്ക്കൽ കുടുംബവും കൂടെ തന്നെ മാധവൻ നായരും കൂടെ എൻ്റെ ജീവൻ നശിപ്പിച്ച, അതെനിക്ക് മറക്കാൻ പറ്റുന്ന കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ കാണണം. കാണുവാണെങ്കിൽ നിനക്ക് ചില ഇളവുകളൊക്കെ തരും. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഭദ്ര, ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നീ ഭൂമിക്ക് മീതെ കാണത്തില്ലെന്ന് പറയാം. ഇത് കേട്ടത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വന്നു ഭദ്രൻ പേടിച്ച് ഫോൺ വെക്കുക. ഈ സമയം ഫോൺ നേരെ അവിടെയാണ് പോലീസുകാർക്ക് കൊടുത്തിട്ട് അനാർക്കലി പറയാ, അതെ ഇങ്ങോട്ട് വിളിക്കുകയോ മറ്റോ ചെയ്താൽ എന്നോട് പറയണം. ശരിയെന്ന് പറയാ. ഇനി അങ്ങനെ ഇവര് വന്നില്ലെങ്കിൽ, എന്നെ കാണുമോ വിളിക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു കോളും കൂടെ എനിക്കൊരു വിളിക്കാണ്ട്, അവസാനത്തെ ഒരു കോള് അവരെയും കൂടെ എനിക്ക് വിളിക്കണം എന്ന് പറയാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.